walking in the streets, people are definitely going to judge you based on how you look. നമ്മൾ എങ്ങനെ നമ്മൾ present ചെയ്യുന്നു, that is very important in our daily life. So അതിന് വേണ്ടിയിട്ട് little simple കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. How to do simple makeup without much effort. So Lekshmi Menon is here. She is a very expert in self makeup എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ തന്നെ. So today she is going to teach us different methods of putting foundation. So let us take a look at it. Hello everyone, welcome back to yet another episode of Pennadakku. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫൗണ്ടേഷൻസ് അപ്ലൈ ചെയ്യാനുള്ള പല രീതികളാണ്. പലർക്കും ഫൗണ്ടേഷൻ കേൾക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം ഒരുപാട് ബ്രഷസ് ഉണ്ട്, ഒരുപാട് ടൂൾസ് ഉണ്ട് മാർക്കറ്റിൽ. എങ്ങനെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. ഓഫൻ നമ്മൾ ചെല്ലുമ്പോൾ ഓൺലൈനിൽ കുറേ ബ്ലോഗേഴ്സ് പലതും പറയും, കടകളിൽ ചെല്ലുമ്പോൾ വേറെ പലതും പറയും. അപ്പോൾ ഓഫൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അറിയില്ല. അതുപോലെ തന്നെ പലരും ഇപ്പോഴും ഫിംഗേഴ്സ് വെച്ചിട്ടാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്തൊക്കെ ബ്രഷസ് ആണ് മാർക്കറ്റിലുള്ളത്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ യൂസ് എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് പോകുന്നത്. ഫസ്റ്റ്ലി നമ്മൾ പറയുന്നത് ട്രഡീഷണൽ മെത്തേഡായ നമ്മുടെ വിരൽ തന്നെയാണ്. നമ്മുടെ വിരൽ വെച്ചിട്ട് തന്നെ നമുക്ക് പ്രോഡക്റ്റ് ഇട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഹൗവെവർ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് അതിനെക്കുറിച്ച് ബ്ലെൻഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പാച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള ചൂടുള്ള കാരണം പ്രോഡക്റ്റ് നന്നായിട്ട് സ്കിന്നിലേക്ക് നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്യാൻ വിരൽ സഹായിക്കും. ഹൗവെവർ ഇപ്പോഴും പണ്ടത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇന്നും വിരലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളെപ്പോലെ ഉള്ള കൺസ്യൂമേഴ്സ് അവിടെയുള്ളവർക്ക് വളരെ എളുപ്പമുള്ളൊരു മെത്തേഡാണ് ബ്രഷസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പല രീതിയിലുള്ള ബ്രഷസ് ആണ് മാർക്കറ്റിലുള്ളത്. ഫസ്റ്റ് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഫ്ലാറ്റ് ഫൗണ്ടേഷൻ ബ്രഷ്. ഇങ്ങനെ ഇരിക്കും ഒരു ഫ്ലാറ്റ് ഫൗണ്ടേഷൻ ബ്രഷ് എന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ഫ്ലാറ്റ് ആയിരിക്കും. ഇത് സിന്തറ്റിക് ആവാം, നാച്ചുറൽ ഹെയർ ഏതാവാം. ഈ ബ്രഷസ് എന്ന് പറഞ്ഞ് പണ്ടത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒരുപാട് യൂസ് ചെയ്തിരുന്ന ഒരു ബ്രഷാണ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നത്. ഇന്നും ഫൗണ്ടേഷൻ ബ്രഷ് എന്ന് പറഞ്ഞാൽ പലർക്കും കാണാൻ പറ്റുന്ന ഇങ്ങനത്തെ ബ്രഷാണ്. ഇതിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഒരു പെയിൻറ്റ് ബ്രഷ് പോലെയാണ്. നമ്മൾ പ്രോഡക്റ്റ് എടുക്കുക, നമുക്ക് പെയിൻ്റ് അടിക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ആ പ്രോഡക്റ്റിൻ്റെ ഫുൾ കവറേജ് നമുക്ക് എവിടെയൊക്കെ, എസ്പെഷ്യലി മുഖത്ത് കുറേ പിഗ്മെൻറ്റേഷനും കുറേ മാർക്കുകളുള്ള വ്യക്തികൾക്ക് ഇങ്ങനെ ഫുൾ കവറേജ് ആയിട്ട് പ്രോഡക്റ്റ് ഇടണം, എന്നാലേ അത് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇതുപോലത്തെ ബ്രഷ് വെച്ചിട്ട് ലിക്വിഡ് ഫൗണ്ടേഷൻസ് എടുത്ത് നമുക്ക് മുഖത്ത് ഇങ്ങനെ തേക്കാം. അപ്പോൾ ഫുൾ കവറേജ് ആയിട്ടുള്ള ഫിനിഷ് കിട്ടും. ഇത് ഇന്നത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് പ്രിഫറൻസ് കുറവാണ്. കാരണം ബിക്കോസ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം കുറച്ചും കൂടി HD നാച്ചുറൽ ഫിനിഷാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ച് കവറേജ് കൂടുതലാണ്. സെക്കൻഡ് ഞാൻ ബ്രഷ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇങ്ങനത്തെ ബ്രഷസ് ആണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രഷാണിത്. ഇങ്ങനത്തെ ബ്രഷസിൻ്റെ പേരാണ് സ്റ്റിപ്ലിംഗ് ബ്രഷ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, രണ്ട് കളറാണ്. ഇത് ഡുവോ ഫൈബറാണ്. ദിസ് ഇസ് എ മിക്സ്ചർ ഓഫ് നാച്ചുറൽ ഹെയർ ആൻഡ് സിന്തറ്റിക് ഹെയർ. മേളിലുള്ളത് സിന്തറ്റിക്കും നാച്ചുറൽ ഹെയർ ആണ്, ബ്ലാക്ക് നാച്ചുറൽ ഹെയർ ആണ് താഴെയുള്ളത് ബ്രഷ്. ഇവിടെ ഡെൻസ് ആണ്, ഇവിടെ ഭയങ്കര ലൈറ്റാണ്. നിങ്ങൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അറിയാം വളരെ ഗ്യാപ്പുള്ള രീതിയിലുള്ള ബ്രഷാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ബ്രഷിൻ്റെ പേരാണ് സ്റ്റിപ്ലിംഗ് ബ്രഷ്. സ്റ്റിപ്ലിംഗ് എന്ന് പറഞ്ഞാൽ മുഖത്തെടുത്ത് ഇങ്ങനെ ഡോട്ട് ചെയ്യുന്ന ഈ മോഷനാണ് നമ്മൾ സ്റ്റിപ്പിൾ ചെയ്യുക എന്ന് പറയുന്നത്. ഈ ബ്രഷ് സ്റ്റിപ്ലിംഗ് ബ്രഷ് ഒരുപാട് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് വെച്ച് ഇങ്ങനെ പക്ഷേ ഒരുപാട് ഡ്രൈ സ്കിന്നുള്ള വ്യക്തികളാണെങ്കിൽ ഈ ഡ്രൈ പാച്ചസ് പൊങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യില്ല. കുറച്ച് ഓയിലി സ്കിൻ, നോർമൽ സ്കിന്നുള്ള ആൾക്കാർക്ക് ഈ ബ്രഷ് നല്ലതാണ്. ഇന്ന് ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ഫ്ലാറ്റ് ഫൗണ്ടേഷൻ ബ്രഷിന് ആദ്യം പറഞ്ഞ ബ്രഷ് വെച്ചിട്ട് പ്രോഡക്റ്റ് ഇട്ടിട്ട് കുറച്ചും കൂടെ നാച്ചുറൽ ഫിനിഷിങ്, എയർ ബ്രഷ് ഫിനിഷിങ്ങിന് വേണ്ടി ഈ ബ്രഷ് കൊണ്ട് എന്നിട്ട് അത് റൊട്ടേറ്റ് ചെയ്ത് അത് ഫുള്ള് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ബ്രഷസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഫൗണ്ടേഷൻ റൂട്ടീനൊക്കെ വളരെ എളുപ്പമാവും. സാധാരണ ബ്രഷ് യൂസ് ചെയ്യുന്നത് ശരിക്കും പേന പിടിക്കുന്ന പോലെയാണ് ഒരു ബ്രഷ് പിടിക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ഒരു ഗ്യാപ്പ് വിടുക, ജസ്റ്റ് നല്ല ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സ്കിൻ മുഴുവൻ റൊട്ടേറ്റ് ചെയ്യുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. തേർഡ് ടൈപ്പ് ഓഫ് ബ്രഷ് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത് ബഫിംഗ് ബ്രഷാണ്. ഇങ്ങനെയാണ് ഒരു ബഫിംഗ് ബ്രഷ് ഇരിക്കുന്നത്. ഇതുപോലെ ബഫിംഗ് ബ്രഷസ് ഒരുപാടുണ്ട് മാർക്കറ്റിൽ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ സ്റ്റിപ്ലിംഗ് ബ്രഷ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, നല്ല ഡെൻസാണ്.
ഡെൻസ്ലി പാക്ഡ് ഹെയർ ആണ്. ഇത് നല്ലതെന്ന് വെച്ചാൽ ഇത് ഈ ബഫിംഗ് ബ്രഷ് വെച്ച് നമുക്ക് ക്രീം പ്രോഡക്ട്സ്, പൗഡർ പ്രോഡക്ട്സ്, എല്ലാ സാധനം ജെൽസ്, എല്ലാ സാധനം നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫിനിഷിങ്, നാച്ചുറൽ ഫിനിഷിംഗ് ആയിരിക്കും ബഫിംഗ് ബ്രഷ് കൊണ്ട് കിട്ടുക. ഞാൻ ക്ലാസ്സിൽ സാധാരണ കുട്ടികളോട് പറയും ബഫിംഗ് ബ്രഷ് യൂസ് ചെയ്യാൻ പറയും ഒരു ബിഗിനറിന്. കാരണം വളരെ എളുപ്പത്തിൽ പ്രോഡക്റ്റ് നല്ല ഭംഗിയിൽ ഫിനിഷിങ്ങിന് വരാൻ ഈ ബ്രഷസ് നന്നായിട്ട് സഹായിക്കും. ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഇതുപോലത്തെ ബ്രഷസ് മാർക്കറ്റിൽ കിട്ടുന്നത്. ഇത് വേറൊരു ബ്രാൻഡിൻ്റെയാണ് ബഫിംഗ് ബ്രഷ്. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കണ്ടോ, നല്ല ടൈറ്റ്ലി പാക്ഡ് ആണ് ബ്രിസിൽസ് മുഴുവൻ. സോ ഈ ബ്രഷും നമ്മൾ വ്യത്യാസം കണ്ടാൽ അറിയാം. സ്റ്റിപ്ലിംഗ് ബ്രഷും ഇത് വളരെ ലൈറ്റാണ്, ഇത് വളരെ തിക്കാണ്. ഇതിനാണ് ബഫിംഗ് ബ്രഷ് എന്ന് പറയുന്നത്. ഇത് വെച്ചായാലും വളരെ എളുപ്പത്തിൽ ഒരു ബിഗിനർ ആയാലും ഒരു സാധാരണ ഒരാൾക്ക് ഈ ഒരു ബ്രഷ് മേടിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് പ്രോഡക്റ്റ് മേടിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. എളുപ്പത്തിൽ ഒരു 10-30 സെക്കൻഡിൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ റൂട്ടീൻ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ നെക്കിലേക്ക് ഇങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ നെക്കിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ചെവിയിലേക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാനും പറ്റും. വളരെ എളുപ്പമുള്ള ഒരു മെത്തേഡാണ് ബഫിംഗ് ബ്രഷ്. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ബ്യൂട്ടി ബ്ലെൻഡേഴ്സ്. ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ രീതിയിലുള്ള കുറേ പഞ്ഞികൾ ഈ കാലത്ത് മേടിക്കാൻ കിട്ടും. ഒരുപാടുണ്ട്. ഒറിജിനൽ ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ട്, അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരുപാട് കൺസ്യൂമേഴ്സിന് മേടിക്കാൻ പറ്റില്ല. 2000-3000 രൂപയാണ് ഒരു പഞ്ഞിക്ക്, ഇതുപോലത്തെ ഒരു പഞ്ഞിക്ക്, ബ്യൂട്ടി ബ്ലെൻഡർ എന്ന് പറയുന്ന പഞ്ഞിക്ക്. പക്ഷേ അതുപോലെ തന്നെ കുറേ ബ്രാൻഡ്സ് ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് പോലെ ഇതുപോലത്തെ പഞ്ഞികൾ ഇറക്കുന്നുണ്ട്. ആൻഡ് വളരെ അഫോർഡബിൾ ആണ്. ഓൺലി പ്രോബ്ലം ഇസ് നല്ല ഫിനിഷിംഗ് ആണ്. പക്ഷേ ഇത് എല്ലാം 3-4 മാസം ആകുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം, എക്സ്പയർ ആവും. പക്ഷേ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ പൈപ്പിൻ്റെ അടിയിൽ നനച്ച് ആണ് യൂസ് ചെയ്യുക. ഇത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യും. എന്നിട്ട് മുഖത്ത് ഇങ്ങനെ പുഷ് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ബ്ലെൻഡ് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കും. ഇതിലുണ്ടാവുന്ന വെള്ളം നമ്മുടെ പ്രോഡക്റ്റ് കുറച്ചും കൂടെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് എക്സസ് പ്രോഡക്റ്റ് ഇത് സോക്ക് ചെയ്യും. ബാക്കിയുള്ള പ്രോഡക്റ്റ് നല്ല രീതിയിലൊരു നല്ലൊരു ഡ്യൂവി ലൂമിനസ് ഫിനിഷിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പഞ്ഞികൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു 3-4 മാസം വരെ ലാസ്റ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ മോൾഡ് വരും, അതുകൊണ്ട് എക്സ്പയർ ആവും. അതുകൊണ്ട് ഇത് എപ്പോഴും 3 to 4 months ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫൈനലി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡിസ്പോസിബിൾ വെഡ്ജ് സ്പഞ്ചസ്. ഇങ്ങനെ ഒരുപാട് പഞ്ഞികൾ പണ്ട് ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യാറുള്ള ഒരു പഞ്ഞികളാണ്. ഇങ്ങനെ വെഡ്ജ് പോലെ ഇരിക്കും. നമ്മുടെ വെഡ്ജ് ചെരുപ്പ് കണ്ടിട്ടില്ല, ഹീൽസ്, അതുപോലെ ഇരിക്കും വെഡ്ജ് സ്പഞ്ചസ് എന്ന് പറഞ്ഞാൽ. ഇത് ഡിസ്പോസിബിൾ ആണ്. ഈ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് പോലെ തന്നെ ഇത് നനച്ചാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സിംഗിൾ യൂസിനെ പറ്റുള്ളൂ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കളയണം. ഇത് ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് പേർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. കാരണം ക്ലയൻറ്റുകൾ മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലത്തെ പാക്കറ്റുകളായിട്ട് ഇത് മേടിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ മേടിച്ചോളൂ. പക്ഷേ ഓൺലി തിങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പോസിബിൾ ആണ്, നനച്ചാണ് യൂസ് ചെയ്യുക. ഇങ്ങനെ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്ട്സും കൺസീലറും ഒക്കെ പുഷ് ചെയ്ത് നല്ലൊരു ഫിനിഷിങ്ങിന് നല്ലതാണ്. ഇതിൻ്റെ ഈ ഫ്ലാറ്റ് എഡ്ജ് ഉള്ളതുകൊണ്ട് പൗഡർ വരെ നിങ്ങൾക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് പൗഡർ വരെ സെറ്റ് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ ഫൗണ്ടേഷൻസ് അപ്ലൈ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ്. നിങ്ങൾ ഒരു മാർക്കറ്റിലോ ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് സ്റ്റോറിലോ പോകുമ്പോൾ ഇതുപോലത്തെ പല രീതിയിലുള്ള ടൂൾസ് കാണാനിടയാവും. ഇങ്ങനത്തെ ബ്രഷസിൻ്റെ യൂസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചും ബഡ്ജറ്റും അനുസരിച്ച് നിങ്ങൾക്ക് ഏതാ കൺവീനിയൻസ് വെച്ചാൽ നിങ്ങൾ മേടിക്കുക. Until next time, I'll see you very soon. Bye-bye.